മിക്ക ഞായറാഴ്ചകളിലെയും ഒരു പതിവ് കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ നമ്മളെങ്ങടും പോവാനൊന്നും പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അച്ഛനെ വന്നൊരു സോപ്പിടലാണ് കേട്ടോ കണ്ണൻകുട്ടി. ഞാനിങ്ങനെ പറഞ്ഞു വെക്കും ആദ്യം, കണ്ണാ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാം. പക്ഷെ അച്ഛൻ സമ്മതിക്കണമല്ലോ, അച്ഛനെ പോയി ഒന്ന് സോപ്പിടുന്നൊക്കെ ഞാൻ പറഞ്ഞു വെക്കും കേട്ടോ. അപ്പം അത് പ്രകാരമാണ് കണ്ണൻ വന്നിട്ടുള്ള ഈ ചിരിച്ചുള്ള അഭ്യാസങ്ങളൊക്കെ. അത് പോവാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം ചുണ്ട് നീട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ലോക മൂവി കാണാൻ കുറേ ദിവസമായിട്ടുണ്ട് വിചാരിക്കുന്നു പോണമെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടൊന്നും നടന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ലോകയ്ക്ക് ടിക്കറ്റൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ സുരഭി തിയേറ്ററിൽ, അപ്പോൾ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഈ ഒരു ടോയ് വന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പോകാനായിട്ട് ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. പക്ഷേ സിനിമ ഏത് കാരണം അത് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിയേറ്ററിൽ ചെന്നിങ്ങനെ ഇരിക്കുമ്പോഴേക്കും തുടങ്ങും കേട്ടോ, ഭയങ്കര സന്തോഷമാണ് അവന്. അപ്പോൾ ഞാൻ ഈ ടോയൊക്കെ ഒരു ബിൽഡിംഗ് സെറ്റ് പോലത്തെ ആയിരുന്നു, അത് അങ്ങോട്ട് നീക്കിയൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പം ഞാൻ ഈ പട്ടി ഷോ കാണിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കണമെന്ന് പറയാനല്ല, ഇത് നമ്മളുടെ തന്നെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതാണ് ഞാൻ ആ പട്ടി ഷോ കാണിച്ച് നിങ്ങളെ കാണിച്ചു തന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ ഇടാനായിട്ട്, നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ നമ്മുടെ റൗണ്ട് നെക്കിൽ അവിടെ നെക്കിൽ മാത്രം വർക്കൊക്കെ വരുമ്പോൾ പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് എടുത്തിട്ട് പോകാൻ കേട്ടോ സിനിമയ്ക്ക്. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഈ പാലത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ അഭ്യാസം. അവനെന്തോ പോലെ അവനിങ്ങനെ തള്ളി മറക്കും കേട്ടോ, ഭയങ്കര എന്തോ പോലെയാണ് ഈ പാലത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ. ഇപ്പോൾ കല്യാണി ഇന്ന് എന്താണാവോ ഫ്രണ്ടിലൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തീരെ സമ്മതിക്കാറില്ല കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ തിയേറ്ററിൽ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കുണ്ടാവുമോ എന്നുള്ള ഡൗട്ട് കാരണമാണ് ഞാൻ സെബാസ്റ്റിനെ വിളിച്ച് പറഞ്ഞത്, ഇടാ 2 ടിക്കറ്റ് എടുത്ത് വെച്ചോളാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാണ്ടിരിക്കില്ല, പക്ഷെ എന്നാലും നമുക്ക് ബാക്കിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു സുഖം വേറെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഒരു സെൻറ്ററായിട്ടുള്ള ഭാഗമാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഇപ്പുറത്തൊക്കെ ആളുകളുണ്ടായിരുന്നു. സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. അയ്യോ പറയാതിരിക്കാൻ വയ്യ, അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എനിക്ക് ഇങ്ങനെയുള്ള മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി തിയേറ്ററിൽ വെച്ചിട്ടേ അവന് ചെറുതായിട്ട് ഇങ്ങനെ പാമ്പേഴ്സിൽ മോഷണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാറിലൊക്കെ വെച്ച് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ട്രൗസർ വേറെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പാമ്പേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം വന്ന് അവന് ട്രൗസറൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ എനിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അവന് കളിയാക്കായിരുന്നു കേട്ടോ, ഞാൻ ഈ തിയേറ്ററിൽ പോയിട്ട് അപ്പിട്ടേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് നാണക്കേടായിട്ടും പാടില്ല. ഇനിയിപ്പോൾ എല്ലാവരോടും പറഞ്ഞല്ലോ ഞാൻ.